വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഹമ്പിൾ ആണ്. നേരെ നോക്കിക്കോളൂ. ഈ എ ബി എന്ന ടോട്ടൽ 8 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾറെഡി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ദെൻ ബി സി എന്നുള്ള സൈഡ് 10 തന്നിട്ടുണ്ട്. ടോട്ടൽ ആണ് ബി സി 10. എ സി എന്നുള്ളത് 6 തന്നിട്ടുണ്ട്. ഇതില് വിവരമില്ലാത്തവർ ഇവിടെ 4, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 3, ഇവിടെ 3 എഴുതി വെക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നേരെ നോക്കിയിരുന്നോ, അപ്പൊ കറക്റ്റ് അല്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യം ഇതിന്റെ പെരിമീറ്റർ ആണ് കാണേണ്ടത്. വാട്ട് ഈസ് എ പെരിമീറ്റർ? എല്ലാ സൈഡും കൂടി ആഡ് ചെയ്യാം. 6 + 8 14, 14 + 10 24. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡും ആഡ് ചെയ്ത് എഴുതുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? പെരിമീറ്റർ. ബുദ്ധിമുട്ടില്ലല്ലോ? ദെൻ സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെരിമീറ്ററിന്റെ നേരെ ഹാഫ് എഴുതുന്നതിനെ പറയുന്ന പേരാണ് സെമി പെരിമീറ്റർ. ഇനി കണ്ണ് തുറന്ന് ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഇതിലെ ഈ ബി ക്യൂ എന്ന് പറയുന്നതും ബി പി എന്ന് പറയുന്ന ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെന്നില്ല ഒരു ഡൗട്ടും ഇല്ല. ആ രണ്ട് സൈഡ് കാണാൻ പറഞ്ഞാലേ ചെയ്യേണ്ട പ്രോസസ് എന്താണെന്നറിയോ? ഈ ബി ക്യൂഒ ബി പിഒ കാണാൻ ഈ 12 ഇല്ലേ, ഈ 12ന്ന് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള 6 മൈനസ് ചെയ്യാം. സോ 6 6. ഒന്നുകൂടി പറയാം. സെമി പെരിമീറ്റർ നമുക്ക് ഓൾറെഡി 12 കിട്ടിയിട്ടില്ലേ? ആ 12ന്ന് ബി ക്യൂവും ബി പിയും കാണാൻ പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള 6 മൈനസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സി ക്യൂവും സി ആറും കാണാൻ പറഞ്ഞാൽ ഈ 12ന്ന് ഏതാ മൈനസ് ചെയ്യേണ്ടത്? ഈ സി ക്യൂവും സി ആറും കാണാൻ പറഞ്ഞാൽ 12ന്ന് നേരെ ഓപ്പോസിറ്റ് ഉള്ള 8 മൈനസ് ചെയ്യാം. എത്ര? 12ന്ന് 8 മൈനസ് ചെയ്ത് എത്ര? 4 4. യെസ്. നെക്സ്റ്റ് നിങ്ങൾ പറഞ്ഞ ഒരു സൈഡും കൂടി ഉണ്ട്. ഈ എ പിയും എ ആറും എങ്ങനെ കാണുക? എ പി എ ആറും കാണാൻ 12ന്ന് ഏതാ മൈനസ് ചെയ്യേണ്ടത്? 12 എന്നതിൽ നിന്ന് ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള 10 മൈനസ് ചെയ്യുക. 12ന്ന് 10 മൈനസ് ചെയ്ത് എത്ര? 2 2. ഇത് ഇങ്ങനെ എഴുതിയാൽ മാത്രം പോരാ, ആൻസർ എടുത്ത് എഴുതണം. പറഞ്ഞ ഏതൊക്കെ ഈക്വല്? ബി പിയും ബി ക്യൂവും എത്ര വരും? 6. സി ക്യൂവും സി ആറും എത്ര വരും? സി ക്യൂവും സി ആറും എത്ര വരും? 4 അല്ലെ? അതെ. എ പിയും എ ആറും എത്ര വരും? 2. നിങ്ങൾ ചെയ്തത് ശരിയാണോ നോക്കാനുള്ള ട്രിക്ക് ഇതാണ്. ഈ 2ഉം ഈ 6ഉം കൂടി ആഡ് ചെയ്തത് കിട്ടുന്നുണ്ടോ? 8 കിട്ടുന്നുണ്ട്. കിട്ടണില്ലേ? ഈ 6ഉം ഈ 4ഉം കൂടി ആഡ് ചെയ്താൽ 10 കിട്ടണില്ലേ? അടുത്ത് ഈ 4ഉം ഈ 2ഉം കൂടി ആഡ് ചെയ്താൽ 6 കിട്ടണില്ലേ? സോ ഇത് വെരി സിമ്പിൾ ആണ്. വേഗം പഠിക്കും.